HIV/AIDS പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അമേരിക്ക നൽകി വന്നിരുന്ന ധനസഹായം പെട്ടെന്ന് പിൻവലിച്ചത് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പുകൾ പ്രകാരം ഈ നീക്കം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയാകുമെന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അമേരിക്കയുടെ ഈ തീരുമാനം ആഗോള പൊതുജനാരോഗ്യ രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്ക ഈ നയത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2029 ആകുമ്പോഴേക്കും 4 ദശലക്ഷത്തിലധികം എയ്ഡ്സ് സംബന്ധിതമായ മരണങ്ങൾക്കും 6 ദശലക്ഷം പുതിയ HIV അണുബാധകൾക്കും ഇത് കാരണമാകാമെന്ന് UN കണക്കുകൾ പറയുന്നുണ്ട്. ലോകമൊരു മഹാമാരിയെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ നിലവിലുള്ള പ്രതിരോധ ശ്രമങ്ങളെ തകിടം മറിക്കുന്ന ഇത്തരം നീക്കങ്ങൾ ആഗോള ആരോഗ്യ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. UN AIDS പുറത്തിറക്കിയ റിപ്പോർട്ട് അമേരിക്കയുടെ ധനസഹായം പിൻവലിച്ചതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി HIV മരുന്നുകളുടെയും മറ്റ് അവശ്യ ആരോഗ്യ സാമഗ്രികളുടെയും വിതരണ ശൃംഖലകൾ അസ്ഥിരപ്പെട്ടു എന്നതാണ്. ആവശ്യക്കാർക്ക് സമയബന്ധിതമായി മരുന്നുകൾ ലഭിക്കുന്നത് തടസ്സപ്പെടുത്തി. പല രാജ്യങ്ങളിലും പ്രത്യേകിച്ചും സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ HIV മരുന്നുകളുടെ ലഭ്യത ജീവൻ മരണ പോരാട്ടമാണ്. ഈ പ്രതിസന്ധി ദശലക്ഷക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ടേക്കാം.